നമ്മൾ മലയാളത്തിൽ പറഞ്ഞ പാലം. ഇപ്പോൾ പാലങ്ങൾക്കാണല്ലോ വില. അപ്പോൾ അദ്ദേഹം ഒരു പാലമല്ല, പലയിടത്തോട്ട് നീളുന്ന പാലമാണ്. വിശ്വാസത്തിൻ്റെ പ്രതീകമായി നിൽക്കുന്ന ആൾക്കാരിലേക്കും രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായി നിൽക്കുന്ന ആൾക്കാരിലേക്കും ബാംഗ്ലൂരിലേക്കും ചെന്നൈയിലേക്കും ഒക്കെ എത്തിപ്പെടാവുന്ന പാലമാണ്. വേണമെങ്കിൽ ഒരു രാജ്യസഭാ സീറ്റിന് പരിഗണിക്കാവുന്ന വ്യക്തിത്വമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഗൂഢാലോചനയിൽ എന്തെങ്കിലും അന്യായ ലാഭം ഈ പറഞ്ഞ പത്മകുമാറിന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പാർട്ടിക്ക് ബോധ്യപ്പെടുന്നത്. അത് ആ പറഞ്ഞ വളരെ ശരിയാണ്. കാരണം അന്യായ ലാഭം പത്മകുമാറിന് നേടിയിട്ടുണ്ടെങ്കിൽ അത് വളരെ സീരിയസ് ആണ്. അത് പത്മകുമാറിൽ എത്തി നിൽക്കുമോ എന്നുള്ള സംശയം ചിലപ്പോൾ ആർക്കെങ്കിലും കാണും. അതല്ല ഉദ്ദേശം. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു, ഇപ്പോൾ പൂശാനുള്ള ഉത്തരവ് കൊടുക്കാൻ മന്ത്രിക്ക് അധികാരമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് നിങ്ങൾ എടുത്തു വെക്കേണ്ട വാചകമാണെന്നാണ് എൻ്റെ വിചാരം. ഇത് പറയുന്നത് പലതും ഇവർക്ക് പാരയായി വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഗോവിന്ദ മാസ്റ്റർ പറയുന്നു ജയിൽ എന്ന് പറയുന്നത് ചൊവ്വാഗ്രഹം പോലെയാണ് പറയുന്നത്. ജയിലല്ലേ, അതുകൊണ്ട് ഇപ്പം മെമ്പർ അല്ലല്ലോ. അദ്ദേഹം വന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വോട്ട് പിടിക്കാൻ വന്നാൽ മാത്രം പ്രതികരിച്ചാൽ മതിയല്ലോ എന്നാണ്. അപ്പോൾ ഇവർ എന്തൊരു എപ്പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇലക്ഷന് വോട്ട് പിടുത്തമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ഒരു സംസ്ഥാന സെക്രട്ടറി പറയാണ്. ജയിലിൽ ഫ്രാക്ഷനുള്ള പാർട്ടിയാണ്. ജയിലിൽ കിടന്നുകൊണ്ടുള്ള പെരുമാറ്റത്തിന് VS അച്യുതാനന്ദനെതിരെ നടപടി എടുത്തിട്ടുള്ള പാർട്ടിയാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സംസ്ഥാനം ഭരിക്കുന്നത് വനം മാഫിയാണോ എന്നൊരു സിംഗിൾ ബെഞ്ചിന്റെ ഒരൊറ്റ ചോദ്യത്തിന് KP വിശ്വനാഥ് എന്ന് പറയുന്ന ഒരു വനമന്ത്രി രാജിവെച്ച സംസ്ഥാനമാണ് കേരളം. സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറഞ്ഞ ഒരൊറ്റ വാചകത്തിന്റെ പേരിൽ നിയമസഭ തല്ലിപ്പൊളിച്ച് ധനമന്ത്രിയുടെ ബജറ്റ് അവതരണം തടസ്സപ്പെടുത്തിയ പാർട്ടിയാണ് CPM. ആ CPM ആണെന്ന് പറയുന്നത് കൊള്ളയാണോ, വീഴ്ച വരുന്നതുകൊണ്ട് വേറെ ആരെങ്കിലും കൊള്ള നടത്തിയാണോ എന്നുള്ളത് SIT അന്വേഷിച്ച് വന്നതിന് ശേഷം ഞങ്ങൾക്ക് തരപ്പെട്ടാൽ വേണമെങ്കിൽ നടപടി എടുക്കാവുന്നത് അവിടെ എത്തി നിൽക്കുകയാണ്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാം.